നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ പതിവ് പോലുള്ള ഒരു വീഡിയോ അല്ല. ഇതൊരു ക്ലാസ് അല്ല. ആസ്ഥ അക്കാഡമിയുമായി ബന്ധപ്പെട്ട ചില നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് കാലമായിട്ട് നിങ്ങളിൽ പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 2024 നടന്ന LGS പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് എല്ലാ ജില്ലകളിലും ഇതിനോടകം പബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ചാനലിലൂടെ ഞങ്ങളുടെ ലേണിംഗ് ആപ്പിലൂടെ ക്ലാസ്സുകൾ ഞങ്ങൾ നൽകിയതാണ്. ധാരാളം പേര് ആ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. വളരെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു പുസ്തകം, 750 പേജുകൾ മാത്രമുള്ള എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ള ഒരു പുസ്തകം, അതും പ്രസിദ്ധീകരിച്ചിരുന്നു. പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ 2000-3000 പേജാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് കൃത്യമായി പഠിച്ച് പരീക്ഷ വിജയിക്കത്തക്ക വിധത്തിലുള്ള അറിവ് നേടിത്തരാൻ പറ്റുന്ന ഒരു പുസ്തകം. അതിന് നമ്മൾ LGS സ്മാർട്ട് ഫയൽ എന്നാണ് പേര് കൊടുത്തിരുന്നത്. ആസ്ഥ അക്കാഡമിയുടെ ക്ലാസ് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ബോധ്യപ്പെടും. വാരി വലിച്ച് പഠിപ്പിക്കുന്ന ഒരു രീതി ആസ്ഥ അക്കാഡമിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലോട്ട് കൊണ്ടു നിറയ്ക്കുന്ന ഒരു രീതി ആസ്ഥ അക്കാഡമിക്കില്ല. കൃത്യമായിട്ടുള്ള സമയത്തിനകത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു തീർക്കുന്ന ഒരു രീതിയാണ് ഈ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ കഴിഞ്ഞ 5 വർഷമായി അവലംബിച്ച് വരുന്നത്. അത് നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതുമാണ്. ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഒരുപാട് പഠിക്കുക എന്നുള്ളതല്ല അതിനകത്തുള്ള കാര്യം. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ സിലബസിൽ പറയുന്നതായിരിക്കണം. സിലബസിലുള്ള മാർക്ക് ഡിവിഷനുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം. ഓരോ വിഷയത്തിനും നമ്മൾ മാറ്റിവെക്കുന്ന സമയം പോലുള്ള കാര്യങ്ങളെല്ലാം പല അവസരങ്ങളിലും ഈ ചാനലിലൂടെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഈ പരീക്ഷയുടെ റിസൾട്ട് വന്നിരിക്കുന്ന സമയമാണ്. പല ഭാഗങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ അവരുടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അഭിമാനകരമായിട്ടുള്ള വിജയം നേടിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പത്തനംതിട്ട ജില്ലയിൽ 1ാം റാങ്ക് ഉൾപ്പെടെ പല ജില്ലകളിലും മികച്ച റാങ്കുകൾ നേടിയെടുക്കുന്നതിന് ആസ്ഥയിലെ ഉദ്യോഗാർത്ഥികൾക്ക്, കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ആദ്യം പറയേണ്ടത് ഒരു കാര്യമാണ്. ഈ വിജയം നേടിയെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും ആസ്ഥ അക്കാഡമിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുള്ളത്, നിങ്ങളിപ്പോൾ ഈ പരീക്ഷ വിജയിച്ചു. ഈ പരീക്ഷ വിജയിച്ചതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ആർക്കാണ്? അത് നിങ്ങൾക്ക് മാത്രമാണ്. ആസ്ഥ അക്കാഡമി നിങ്ങളുടെ വിജയത്തിൽ ഒരു ക്രെഡിറ്റും അവകാശപ്പെടുകയില്ല. അത് മുമ്പും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പഠിച്ചതും അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചതുമൊക്കെ നിങ്ങളാണ്. ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച എത്രയോ ദിവസങ്ങൾ. ആ പറഞ്ഞതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളുടെ കൂടെ കുറച്ച് ദൂരം നടക്കാനോ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നുകൂടി അറിയിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. കുറച്ച് കാലമായിട്ട് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ വേറെ എവിടെയെങ്കിലും പോയോ, കുറച്ച് കാലമായല്ലോ കണ്ടിട്ട്, സാർ എവിടെ പോയി എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിയാണ്. ഒരു കൊല്ലത്തിന് മുമ്പ്, അതായത് 2024 ജൂലൈ ഒക്കെ കഴിയുമ്പോൾ, അതായത് ഈ പറഞ്ഞ പരീക്ഷകളൊക്കെ തീരുമ്പോൾ LD ക്ലർക്ക് പരീക്ഷ, അതുപോലെ LGS പരീക്ഷ, LPUP പരീക്ഷ, ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകളൊക്കെ ഏതാണ്ട് പൂർത്തിയായ ഒരു സമയത്ത് കുറച്ച് കാലം ഞാനൊന്ന് മാറി നിന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 2020 മുതൽ ഒരേ കാര്യം സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നു അല്ലേ.
അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഒരു ക്ലാസ് മാത്രമല്ല എടുക്കുന്നത്, ഏതെങ്കിലും ഒരു വിഷയം മാത്രമല്ല പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയമാണ്. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കും. നിങ്ങൾ കലാ സാഹിത്യം സംസ്കാരം പഠിപ്പിക്കാൻ പറഞ്ഞാൽ അത് പഠിപ്പിക്കും. നിങ്ങൾ എക്കണോമിക്സ് പഠിപ്പിക്കാൻ പറഞ്ഞാൽ അത് പഠിപ്പിക്കും. നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് ക്ലാസ് ഞാൻ എടുത്തിരുന്നത്. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം എടുത്ത ക്ലാസ്സാണ്. ആ പറഞ്ഞ ക്ലാസ്സുകൾ എടുക്കാനുള്ള അറിവ് പലപ്പോഴും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അറിവ് തപ്പിപ്പോകാനും അത് കൃത്യമായിട്ടുള്ള അളവിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് മുമ്പിലൂടെ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ഞാൻ എപ്പോഴും നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ശ്രമം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓരോ ദിവസവും ഓരോരോ പുതിയ ടോപ്പിക്കുകളാണ് പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി നല്ല വായന വേണം, ഒരുപാട് പരിശ്രമം വേണം. അത് കഴിഞ്ഞ 4-4.5 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന ഒരാൾ, അയാൾക്ക് സംഭവിക്കാവുന്ന മാനസികമായിട്ടുള്ള ഒരു പ്രഷർ, മാനസികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഭയങ്കരമായിട്ട് അതെനിക്കുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിട്ടുണ്ട്. കാരണം പരീക്ഷ എടുത്തു വരുന്ന സമയത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നമ്മൾ കാശ് വാങ്ങിച്ചിട്ട് ആയിരിക്കണമെന്നില്ല, എങ്കിൽ പോലും നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് നിങ്ങളിലോട്ട് എത്തിക്കാനുള്ളൊരു ബാധ്യസ്ഥനാണ് ഞാനെന്നുള്ളൊരു ചിന്ത എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അതൊരു അധിക സമ്മർദ്ദം എനിക്ക് തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ, പരീക്ഷ ഒന്ന് തീർന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് നേരം വിട്ടുനിന്നതാണ്. പക്ഷേ പിന്നീട് അതിനകത്തോട്ട്, അതായത് നമ്മൾ മാനസികമായിട്ട് അസ്വസ്ഥനായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു കമ്പ്യൂട്ടർ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്നൊരു ദിവസം ഹാങ് ഔട്ട് ആവും. അതുപോലെ എനിക്കും അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം തിരിച്ച് അതിനകത്തോട്ട് പെട്ടെന്ന് കയറി വരാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നില്ല. മനസ്സുകൊണ്ട് ക്ലാസ്സിനകത്തോട്ട് വരണമെന്നും നിങ്ങളെ പഠിപ്പിക്കണമെന്നും നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പുസ്തകം വായിക്കണമെന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും എനിക്ക് പുസ്തകം വായിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഏകാഗ്രത കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് പലരോടും തുറന്നു പറയാൻ പറ്റാത്ത ഒരു കാര്യവുമായിരുന്നു. കാരണം മനുഷ്യന് ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഏകാഗ്രത എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത് കുടുംബകാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇനി ആരെങ്കിലും തേച്ചിട്ട് പോയോ എന്നുള്ള സംശയമൊന്നും നിങ്ങൾക്ക് വരണ്ട. അങ്ങനെയൊന്നുമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. കാരണം ഒരു പ്രഷർ കുറേ കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി നിന്നു. വീണ്ടും തിരിച്ചു കയറി വരാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് കുറച്ച് കാലം ഞാൻ അനുഭവിച്ചത്. പിന്നീടാണ് ഈ അടുത്ത കാലം മുതൽ വീണ്ടും ക്ലാസ്സുകൾ ചെയ്ത് തുടങ്ങിയത്. ആ ഒരു പഴയ രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്യാമറ ഓണാക്കി പെട്ടെന്ന് സംസാരിച്ച് നിങ്ങളിലോട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരാളല്ല ഞാൻ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എനിക്ക് വേണം, കുറച്ച് തയ്യാറെടുപ്പുകൾ വേണം, മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് കൂടി വേണം. അതായത് പുസ്തകം പഠിച്ചതുകൊണ്ട് മാത്രം ഒരു ക്ലാസ് എടുക്കാനായിട്ട് പറ്റത്തില്ല, മാനസികമായിട്ട് കൂടി പ്രിപ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിന്ന് ഒരു ക്ലാസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് ഞാൻ മാറി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പോലും ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ട്. എത്രയോ ക്ലാസ്സുകൾ ചെയ്ത ഒരാളാണ്, എത്രയോ 10-25 കൊല്ലമായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരാളാണ്. എങ്കിൽ പോലും ഇന്നും ഒരു ഭയം ഉള്ളിൽ ചെറുതായിട്ട് എവിടെയോ ഉണ്ട്. അതിൻ്റെ കാരണം ഒരു പക്ഷേ എൻ്റെ ഉത്തരവാദിത്വ ബോധമായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്താൽ പോരാ, ഇത്രയൊന്നും അല്ല ഞാൻ ചെയ്യേണ്ടത്, കുറച്ചുകൂടിയൊക്കെ വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ബോധം ഉള്ളിൽ എവിടെയോ ഉള്ളത് കൊണ്ടായിരിക്കാം പെട്ടെന്നൊന്നും ഒരു കാര്യവും പറഞ്ഞു പോകാനായിട്ട് കഴിയാത്തത്. പെട്ടെന്നൊരു കാര്യം വരുമ്പോൾ ക്യാമറ എടുത്തുകൊണ്ട് വന്ന് ഒരു വീഡിയോ ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എങ്ങനെയായിരുന്നാലും ഒരു വീഡിയോ ചെയ്ത് വരുമ്പോൾ ഒരു 3/4 മണിക്കൂറായി പോകുന്നതും അതുകൊണ്ടാണ്. 2 മിനിറ്റുള്ള 3 മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കാലം നിങ്ങൾ എന്നെ കാണാതിരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാറ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയി, അസുഖം വല്ലതും ഉണ്ടോ, ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ? മോശമായിട്ടുള്ള രീതിയിലല്ല കേട്ടോ, വളരെ സ്നേഹത്തോടെയാണ്. അസുഖം വല്ലതും ഉണ്ടോ, ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടെ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആരോഗ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യം എനിക്കുണ്ട്, പഴയതിനേക്കാളും ബെറ്ററായി എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ ഇത്തിരി ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നടക്കുകയും വ്യായാമം ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ഫിറ്റാണ് എന്ന് പറയാം.
പിന്നെ നിങ്ങൾ കാണുന്നത് എൻ്റെ മുഖം വെച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ രാവിലെ ഒരു 2 മണിക്കൊക്കെ ഇപ്പോഴും ഉറക്കമെണീക്കുന്ന ഒരാളാണ്. വീണ്ടും പുസ്തകമൊക്കെ വായിച്ചു തുടങ്ങുന്നു. ഇന്ന് രാവിലെ ഉറക്കമെണീച്ചത് 2 മണിക്കാണ്. 3-4 മണിവരെ ഈ ഇരുന്ന് നോട്ട് എഴുതി, പിള്ളേർക്ക് കൊടുക്കാനുള്ള നോട്ടുകൾ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളുടെ തയ്യാറെടുപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിവസം 1 മണിക്കൂർ പത്രം വായിക്കുന്ന ഒരു രീതിയുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ഓഫ്ലൈൻ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഒരു ഓഫ്ലൈൻ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കേണ്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആ ക്ലാസ് ഞാൻ എടുത്തു. 1 മണി 1:30 ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 9-10 മണിയാവും കിടക്കുമ്പോൾ. വീണ്ടും 2 മണിയൊക്കെ ആകുമ്പം ചാടി എണീക്കും. ഇങ്ങനെ ഈ പറഞ്ഞ നിരന്തരമായിട്ട് ചെയ്തു വരുന്ന ഒരാളുടെ മുഖത്ത് അല്പം ക്ഷീണം ഉണ്ടാവും. അതാണ് നിങ്ങൾ കാണുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും സ്നേഹപൂർവ്വമായിട്ടുള്ള ആ അന്വേഷണങ്ങൾക്ക് വിനീതമായിട്ട് നന്ദി പറയുകയാണ്. ഇനി വേറൊരു കാര്യത്തിലോട്ട് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്യാമറ നോക്കി നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നതിനകത്ത് പല ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മാറ്റിപ്പിടിക്കണമെന്ന് കുറച്ച് കാലമായിട്ട് ചിന്തിക്കുന്നുണ്ട്. യൂട്യൂബ് ക്ലാസ് നിർത്തുക എന്നുള്ളതല്ല, കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് എന്നെപ്പോലെ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി മാത്രമേയൊക്കെ പെരുമാറാനായിട്ട് പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വാവിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഒരു ലൈവ് ക്ലാസ് ആവുമ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ചുകൂടി മനസ്സ് തുറന്ന് സംസാരിക്കാനും പെരുമാറാനും പറ്റുമെന്നാണ് തോന്നുന്നത്. കുറേ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് മാറുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതായത് ലൈവ് ക്ലാസ്സുകളിലോട്ട് മാറണം. അതായത് എങ്ങനെയാണ്, നിങ്ങളെ നേരിട്ട് കണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം, അല്ലേ? ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചിട്ടൊന്നുമല്ല നിൽക്കുന്നത്. ഈ പറഞ്ഞ അതെല്ലാം മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും, വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ടായിരിക്കും. എന്നാലും എൻ്റെ മുമ്പിൽ കുറച്ച് പേര് ഇരിപ്പുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ എനിക്ക് പഠിപ്പിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കൂടി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ക്ലാസ്സുകളുണ്ടാവും, ലേണിംഗ് ആപ്പ് വഴിയുള്ള ക്ലാസ്സുകളുണ്ടാവും. അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളും ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 1 മാസം നീളുന്ന ഒരു ക്ലാസ്സാണ്. ഇത് കറണ്ട് അഫയേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ക്ലാസ്സാണ്. 2025 ജൂലൈ മുതൽ പിറകോട്ട് 2024 വരെയുള്ള കറണ്ട് അഫയേഴ്സ് അത് പഠിപ്പിച്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുമ്പോഴാണ് ഒരാൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികളോട് സംസാരിക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ചരിത്രത്തിൽ മാത്രമേ നിൽക്കാനായിട്ട് കഴിയൂ. കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുമ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ പരിസ്ഥിതി സംബന്ധമായ നമ്മുടെ സിലബസിനകത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിച്ചു പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട് പറ്റും. സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട് പറ്റും. അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ മേഖലയിൽ പല വിഷയങ്ങളിൽ പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പരിചയമുണ്ട്. ആ പരിചയമൊക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ കൂടി പറഞ്ഞു തരാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ഈ നമ്പറിലൊന്ന് വിളിക്കുക. 9400694472 ഈ നമ്പറിലോട്ട് വിളിക്കുക. ലൈവ് ക്ലാസ്സാണ്. ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരമാണ്. വൈകുന്നേരം 6 മുതൽ 7 വരെ ഒരു ബാച്ച് ഉണ്ടാവും. 6 മുതൽ 7 വരെ ഒരു ബാച്ച് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 7:30 മുതൽ 8:30 വരെ ഒരു ബാച്ച് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 9 മണി മുതൽ രാത്രി 10 മണി വരെ ഒരു ബാച്ച് ഉണ്ടാവും. ഓരോ മണിക്കൂറുള്ള ക്ലാസ്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് സംസാരിക്കാം. നിങ്ങളിൽ പലർക്കും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മെൻ്റൽ സപ്പോർട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനിവിടെ ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ പഠിക്കാൻ കഴിവുള്ള പിള്ളേരാണ്. പക്ഷേ അവർക്കൊരു പ്രോത്സാഹനം കൂടി ആവശ്യമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ തോന്നുന്ന കാര്യമല്ല, വളരെ പണ്ട് തൊട്ടേ ഉള്ള കാര്യമാണ്. ഒരു മെൻ്റൽ സപ്പോർട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഈ സമയത്ത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റിയാൽ, നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങൾ കൂടി, അതായത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു പല കാര്യങ്ങൾ കൂടി നിങ്ങളിലോട്ട് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുന്നു. ഈ ആഴ്ച തന്നെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലോട്ട് വിളിക്കുക.
ഏതാണ് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം നോക്കുക. ഇതിപ്പോൾ 1 മാസത്തേക്കുള്ള ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ് എങ്ങനെയാണെന്ന് നിങ്ങൾ വിലയിരുത്തുക. അതിനുശേഷം നമുക്കതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഈ 1 മാസം കൊണ്ട് 2025 ജൂലൈ മുതൽ 2024 വരെയുള്ള ജനുവരി വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സിലബസിലുള്ള മറ്റുള്ള ഫാക്ട്സ് കൂടി ഇത് പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. കറണ്ട് അഫയേഴ്സ് അപ്പോൾ സാർ യൂട്യൂബിൽ എടുക്കില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എടുക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാ മാസത്തെയും കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതാത് മാസം കഴിയുമ്പോഴേക്കും നിങ്ങളിലോട്ട് എത്തിക്കുന്ന ഒരു രീതിയാണുള്ളത്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഒരു മാസത്തിൽ എങ്ങനെ പോയാലും ഒരു 10-15 ദിവസം ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള ഒരു സമയം കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റ് ക്ലാസ്സുകളൊന്നും നിർത്തുന്നില്ല. മറ്റ് ക്ലാസ്സുകളെല്ലാം അതുപോലെ തന്നെ തുടരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഒരിക്കൽ കൂടി കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും എല്ലാ വിധത്തിലുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.